നമ്മുടെ ശാന്തിരാശ്രമ സഭ MSc കരുണാകര ഗുരുവിന്റെ കുടുംബാംഗങ്ങളും വിശ്വാസികളുമാണ്. അപ്പൊ അങ്ങനെ എന്ന് പറഞ്ഞാൽ ശാന്തിരാശ്രമത്തിന്റെ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ നമ്മള് 13/7/2025 ഗുരുവിന്റെ ജന്മഗൃഹമായ ചന്ദ്രൂരി സന്ദർശിച്ചപ്പോൾ അവിടെ നിന്ന് നീ ആശ്രമത്തിനെതിരെ കേസ് കൊടുത്തതാണ്, അതുകൊണ്ട് കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോ നമ്മൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ കഴിഞ്ഞ മെയ് 1-ാം തീയതി ഇന്നലെ ആശ്രമത്തിൽ കയറുന്നതിന്റെ ആവശ്യമായ പോലീസ് പ്രൊട്ടക്ഷൻ എടുത്തിരുന്നു. നമ്മൾ ഇന്നലെ കയറി, പോലീസ് നല്ല രീതിയിൽ നമ്മളോട് കോപ്പറേറ്റ് ചെയ്തു, വേണ്ട സംരക്ഷണം തന്നു. അപ്പൊ അതിനുശേഷം എന്ന് പറഞ്ഞാൽ ആശ്രമത്തിൽ അവരാദ്യം കുറച്ച് ഇഷ്ടക്കേട് കാണിച്ചെങ്കിലും പിന്നെ അവർക്ക് സഹകരിക്കേണ്ടി വന്നു എന്നുള്ള വിവരം സന്തോഷപൂർവ്വം എല്ലാവരും അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഒരു വീഡിയോ ഒരു പത്രസമ്മേളനം നമ്മൾ നടത്താൻ തീരുമാനിച്ചത്. അപ്പൊ ഇതാണ് നമ്മുടെ ഒരാവശ്യമല്ല, ഒരു മാറ്റർ. ഇത്രയുള്ളൂ കേസിന്റെ പശ്ചാത്തലം. അത് കേസൊക്കെ എന്ന് പറയുന്നത് കോടതി നിലനിൽക്കുന്നതുകൊണ്ട് നമുക്ക് പറയാൻ അതാ പറഞ്ഞത്. കേസ് കൊടുത്തതിന്റെ ബേസിലാണ് അത് കോടതിയിൽ നിലനിൽക്കുന്ന കേസിലായതുകൊണ്ടാണ് മെറിറ്റിലേക്ക് കടക്കാനായിട്ട് പറ്റുന്നത്. കേസ് ജന്മഗൃഹമായിട്ട് ബന്ധപ്പെട്ടൊക്കെ അത് പൊളിക്കാൻ ശ്രമിച്ചപ്പോ നമ്മളത് ഇതിന് ബഹുമാനപ്പെട്ട മുനിസിപ്പൽ കോടതി ചേർത്ത് കേസ് നടക്കുന്നത്. അതൊക്കെയാണ് ഭിന്നിപ്പിന്റെ സ്വരമല്ലേ? എന്താണ് ഭിന്നിപ്പിന്റെ സ്വരമല്ലയോ? ഭിന്നിപ്പിന്റെ സ്വരം എന്ന് പറയാൻ മനസ്സിലായി. ഇഷ്യൂ നിങ്ങൾ എന്താണെന്ന് പറയുന്നില്ല. നിങ്ങള് സന്തോഷപൂർവ്വം കയറി എന്ന് പറയുന്നു. നമുക്ക് കഴിഞ്ഞിട്ടില്ല. അതല്ല സന്തോഷപൂർവ്വം വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ജന്മകമായിട്ടൊരു വിഷയമുള്ളപ്പോൾ അവിടെ കയറിയപ്പോൾ അവരെ പറഞ്ഞ് നിങ്ങൾ ആശ്രമത്തിൽ കേസ് കൊടുത്തുകൊണ്ട്, ആശ്രമത്തില്ല അവിടുത്തെ ഇപ്പോഴത്തെ മാനേജ്മെന്റിന്റെ കേസ് കൊടുത്തുകൊണ്ട് കയറാൻ എന്തിനാണ് കയറുന്നതെന്നൊക്കെ ചോദിച്ചൊരു ഇഷ്യൂ ഉണ്ടായി. അപ്പൊ നമുക്കിവിടെ കയറി പ്രാർത്ഥിക്കുമ്പോൾ, തിരുവനന്തപുരത്ത് ശാന്തിരാശ്രമത്തിൽ കയറി പ്രാർത്ഥിക്കുമ്പോൾ എന്താ പറയാ, അതിന്റെ ഒരു ബേസ് ചെയ്തൊരു ലാൻഡ് ഓർഡർ ഇഷ്യൂ ഉണ്ടായിരിക്കാൻ വേണ്ടി നമ്മുടെ ഹൈക്കോടതിയിൽ നിന്ന് ഒരു പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ടു. അങ്ങനെ അത് അനുവദിച്ചു. അങ്ങനെ കയറി എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു. അത്രയും അജിത, വിലാസിനിയമ്മ ലത, ഇത് രാമനോ